പ്രഭാത കേരളം തുടക്കത്തിൽ സൂചിപ്പിച്ചതിന് പോകുന്നത് പാലക്കാട്ടേക്കാണ്. കുറച്ചു കാലമായി പാലക്കാട്ടിനെ ധോണി നിവാസികളെ ആശങ്കയിലാക്കുന്ന PT-7 പിടികൂടാനുള്ള ദൌത്യസംഘം വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട. സംസ്ഥാനത്തിന്റെ പൂർണ്ണമായ ശ്രദ്ധ ഇന്ന് രാവിലെ അങ്ങോട്ട് ധോണിയിലേക്ക് തന്നെയാണ്. ധോണിയിലെ ഈ ദൌത്യസംഘത്തിന്റെ ഇടപെടലിലേക്ക് തന്നെയാണ്. പ്രസാദും അനുമോദുമാണ് ഇന്നത്തെ ദിവസം ഈ ആനയുമായി ബന്ധപ്പെട്ട PT-7 മെരുക്കാനുള്ള ദൌത്യസംഘത്തിന്റെ നീക്കങ്ങൾക്കൊപ്പം നമ്മളുടെ ദൌത്യസംഘവും തയ്യാറായി കഴിഞ്ഞു. പ്രേക്ഷകരിലേക്ക് അത് സമഗ്രമായി എത്തിക്കാൻ വേണ്ടി ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സും ക്യാമറാമാൻമാരും അവിടെ തയ്യാറാണ്. ഓരോ മണിക്കൂറിലും എന്താണ് അതിന്റെ വിശദാംശങ്ങൾ എന്നടക്കം കൃത്യമായി തന്നെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ പ്രസാദ് അവിടെ സജ്ജമാണ്. പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ തുടക്കങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രസാദിൽ നിന്നാണ് ആരംഭിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തും എന്നൊരു പ്രതീക്ഷ പൊതുവിൽ ഉണ്ടാകുന്നു എന്നതാണ് ഇന്നത്തെ പ്രത്യേകത. എന്തായാലും ദൌത്യസംഘം വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പുതിയതായി വരുന്ന അപ്ഡേറ്റ്. എന്താണ് ഈ ദൌത്യസംഘത്തിന്റെ ഇനിയുള്ള നീക്കം? എത്ര പേരടങ്ങുന്നതാണ് സംഘം? അവരുടെ തയ്യാറെടുപ്പുകൾ അതെങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് സജിത് ആൻഡ് രഞ്ജിനി. ഇപ്പോൾ ദൌത്യസംഘത്തിലെ 5 സംഘങ്ങളായാണ് ഈ ദൌത്യം നടക്കുന്നത്. അതിൽ ആദ്യത്തെ 2 ടീമുകൾ വനത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അതിൽ ഇവരെ ആനയെ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം, ഇവരുടെ ചുമതല. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ട്രാക്കിംഗ് ടീം നൽകുന്ന നിർദ്ദേശമനുസരിച്ചായിരിക്കും ഡോക്ടർ അരുൺ സക്കറിയ ഉൾപ്പെടെയുള്ള 3ാമത്തെ സംഘം വനത്തിനകത്തേക്ക് പ്രവേശിക്കുക. രാവിലെ തന്നെ 6 മണിയോടുകൂടി തന്നെ ആദ്യത്തെ ട്രാക്കിംഗ് സംഘം ഇറങ്ങുന്നു. ഇതോടൊപ്പം ഈ നിർദ്ദേശം കിട്ടിയ ശേഷമാണ് കുങ്കിയാന ഉൾപ്പെടെ 3 കുങ്കിയാനകളെയാണ് ഈ ദൌത്യത്തിനായി ഉപയോഗിക്കുന്നത്. വയനാട്ടിൽ 2 കുങ്കിയാനയാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇവിടെ 3 സുരേന്ദ്രൻ, വിക്രം, ഭരതൻ, ഈ 3 കുങ്കിയാനകളെ കൂടി ഇതിലേക്ക് ഉപയോഗിക്കുന്നു. എന്തായാലും ഏറെ നാളുകൾക്ക് ശേഷം ഈ നാട്ടുകാരുടെ ഏറ്റവും കൂടുതൽ ആവശ്യമായിരുന്നു PT-7 പിടികൂടുക എന്നുള്ളത്. ആ ദൌത്യം ഇന്ന് ആരംഭിച്ചു. ഇന്നലെ അതിന്റെ തുടക്കമായിരുന്നു. ആ സ്ഥലമെല്ലാം പോയി പരിശോധിക്കുകയും എവിടെ വെച്ചാണ് മയക്കുവെടി വെക്കേണ്ടത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3-ലധികം കേന്ദ്രങ്ങൾ ഇവർ കണ്ടുവച്ചിട്ടുണ്ട്. ഈ മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അരമണിക്കൂർ സമയമാണ് ആന മയങ്ങുന്നതിന് വേണ്ടി എടുക്കുന്ന ഒരു സമയം. അതാണ് ഇതിലെ ഈ ദൌത്യത്തിലെ ഏറ്റവും നിർണായക സമയം എന്ന് പറയുന്നത്. ഈ മയക്കുവെടിക്ക് ശേഷമുള്ള അരമണിക്കൂറാണ്. ഈ അരമണിക്കൂർ സമയം മയക്കുവെടിയേറ്റ കാട്ടാന ഏറെ ദൂരം ഓടാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. ആ സാധ്യതയിൽ ഒരു അപകടവും ആനയ്ക്കും അപകടം പാടില്ല, ദൌത്യസംഘത്തിലുള്ള ആളുകളും അപകടത്തിൽപ്പെടാൻ പാടില്ല. അങ്ങനെ വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു ദൌത്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വനത്തിൽ തന്നെയാണ്, അതായത് ഈ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ധോണി ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്തുള്ള കാട്ടിൽ തന്നെയാണ് PT-7 ഉള്ളത്. അവിടെ നിന്നും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ കഴിഞ്ഞ 2 ദിവസമായി RRT വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ആ ശ്രമത്തിന്റെ ഫലമായി 2 ദിവസവും ഇവിടെ PT-7 ഇറങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ സാധാരണ എല്ലാ ദിവസവും രാത്രിയും പുലർച്ചെയും PT-7 അതിന്റെ ഈ ജനവാസ മേഖലയിലൂടെ സഞ്ചരിക്കാറുള്ളതാണ്. എന്തായാലും RRT ആ കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ട്. ഇനി ഈ ആന നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇവർ വെടിവെക്കാൻ നിശ്ചയിച്ചിട്ടുള്ള പോയിന്റിലേക്ക് ഈ കാട്ടാനയെ PT-7 എത്തിക്കുക എന്നുള്ളതാണ് ദൌത്യം. എന്തായാലും അടുത്ത സംഘം കൂടി പോകാൻ തയ്യാറായി നിൽക്കുന്നു. 2 സംഘം ഇപ്പോൾ രാവിലെ തന്നെ പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് ഫീൽഡ് റിപ്പോർട്ടിംഗ് അനുസരിച്ചാണ് അടുത്ത ദൌത്യങ്ങൾ നടക്കുക. എന്തായാലും സാഹചര്യങ്ങൾ അനുകൂലമായാൽ ഇന്ന് രാവിലെ തന്നെ ഈ PT-7 മയക്കുവെടി വെക്കാനുള്ള തീരുമാനങ്ങളിലേക്ക് വരും. വയനാട്ടിൽ നിന്നും 25 പേരടങ്ങുന്ന ദൌത്യ സംഘമാണ് അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘവും. പാലക്കാട് നിന്ന് 50 പേരടങ്ങുന്ന സംഘവുമാണ് ഈ ദൌത്യത്തിൽ പങ്കാളികളാകുക. പോലീസും ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പോലീസും ഫയർഫോഴ്സും എല്ലാം എത്തിയിട്ടുണ്ട്. പോലീസ് ജനങ്ങളെ നിയന്ത്രിക്കുന്നതിന് ഈ ഫോറസ്റ്റ് സ്റ്റേഷന്റെ അകത്തായതുകൊണ്ട് തന്നെ വലിയ കടുത്ത നിയന്ത്രണങ്ങളാണ്. മാധ്യമങ്ങൾക്കുൾപ്പെടെ ഇത് ദൌത്യം പൂർത്തിയായതിനു ശേഷമേ അകത്തേക്ക് പ്രവേശനമുള്ളൂ. ആളുകളും ഇപ്പോൾ ഇങ്ങോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അവരെല്ലാം തന്നെ നിയന്ത്രിക്കുന്നതിന് പോലീസും എത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സും ഏതെങ്കിലും തരത്തിൽ ആംബുലൻസ് ഉൾപ്പെടെ ഇവിടെ സ്ഥലം സജ്ജമാണ്. ഏതെങ്കിലും തരത്തിൽ അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ വേഗവും ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. അതായത് ദൌത്യം നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇന്നലെ തന്നെ പൂർത്തിയായി. ഇപ്പോൾ ദൌത്യത്തിനുള്ള ആദ്യത്തെ നടപടിയും ആയി കഴിഞ്ഞു. 2 സംഘങ്ങൾ ധോണിയിലെ വനത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. പ്രസാദാണ് വിശദാംശങ്ങൾ അവിടെ നിന്നും പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ RRT സംഘത്തിന്റെ ആദ്യ ദൌത്യം വിജയകരമെന്ന് പറയാം. കാരണം ഈ എല്ലാ ദിവസവും രാവിലെ PT-7 കാടിറങ്ങി ധോണിയിലെ ജനവാസ മേഖലയിൽ എത്തുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായി ഈ വനാതിർത്തിക്കുള്ളിൽ തന്നെ PT-7 നിർത്തുക എന്നുള്ളത് ഇവരുടെ മുമ്പിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു. അത് അവർക്ക് സാധ്യമായി കഴിഞ്ഞു. നമുക്ക് അവിടെ CV അനുമോദ് കൂടി ചേരുന്നുണ്ട്. സ്വാഭാവികമായും പ്രദേശവാസികളുടെ ആശങ്ക കുറെ കാലമായുള്ള ആശങ്കയാണ്. ഈ ധോണിക്ക് പുറത്തേക്ക് 6 മണി കഴിഞ്ഞാൽ പോകാൻ അവർക്ക് കഴിയുന്നില്ല.
രാത്രി കൃഷിയിടത്തിന് കാവലിരിക്കേണ്ട അവസ്ഥ, പരീക്ഷ എഴുതാൻ പോകാൻ കഴിയുന്നില്ല, ഒരു ഓട്ടോ വിളിച്ചാൽ പോലും ധോണിയിലേക്ക് വരാൻ മടി കാണിക്കുന്ന അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ ആ മേഖലയിലുള്ളവർ, ആ പ്രദേശവാസികൾ കുറെ കാലമായി അഭിമുഖീകരിച്ചു വരികയായിരുന്നു. സമീപകാലത്ത് കേരളത്തിലെ മറ്റൊരിടത്തും ഒരു കാട്ടാന ഇത്ര അധികം ജനജീവിതത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും അനുമോദ് അവിടെ നിന്നും ചേരുന്നുണ്ട്. അനുമോദ്, എങ്ങനെയാണ് ഈ ഒരു അവസാന നിമിഷത്തിൽ PT7 പിടികൂടാൻ പോവുകയാണ്? ഇന്ന് തന്നെ സാഹചര്യം ഒരുങ്ങിയാൽ, അവസരം കിട്ടിയാൽ മയക്കുവെടി വെക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം അരുൺ സക്കറിയ മാധ്യമങ്ങളെ കണ്ടപ്പോഴും വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷത്തിൽ നാട്ടുകാരുടെ പ്രതികരണം എങ്ങനെയാണ്? ആശ്വാസത്തിൽ തന്നെയാണോ ധോണിയിലെ ജനങ്ങൾ? രഞ്ജിനി, സജിത്, ഗുഡ് മോർണിംഗ്. നമ്മള് ഈ ധോണിയിലെ ആളുകൾക്കൊപ്പമാണുള്ളത്. എല്ലാവർക്കും ഇന്നൊരു കാത്തിരിപ്പിന്റെ അവസാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് എല്ലാവരും ഉള്ളത്. കാരണം ദിവസങ്ങളായിട്ട് ഇവരൊക്കെ തന്നെ ഈ PT7 എന്ന കാട്ടാനയുടെ ചെയ്തികളിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഇന്നിപ്പോ അല്പസമയത്തിനകം ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഈ PT7 പിടികൂടാൻ കഴിയുമെന്നാണ് ദൗത്യസംഘത്തിലുള്ളവരൊക്കെ തന്നെ ഉറപ്പ് പറയുന്നത്. എത്രമാത്രം ആശ്വാസം തോന്നുന്നു? ശുഭകരമായ പ്രതീക്ഷ തന്നെയാണല്ലോ. തീർച്ചയായും സർക്കാരിന്റെ ആ പ്രവർത്തനങ്ങളുടെ ഒപ്പം നിൽക്കുക. അതിനുവേണ്ടി വലിയ രീതിയിലാണ് 2 ദിവസങ്ങളായിട്ട് ഇവിടെ രീതിയിലുള്ള സന്നാഹം തന്നെ നടക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയും അങ്ങനെ തന്നെ നടക്കുന്നത്. ഇപ്പോൾ വനത്തിനകത്താണെങ്കിൽ ഇപ്പോൾ നമുക്ക് പുറമേക്ക് എത്രത്തോളം കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങിയിട്ടുണ്ടെന്ന് അറിയില്ല. എന്തൊക്കെയാണ് ഈ ആശാവഹമായിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ്. ഇന്ന് തന്നെ ശുഭകരമായിട്ടുള്ള വാർത്ത ജനങ്ങളിലേക്ക് എത്തും. എന്നിരുന്നാലും ഭീതികൾ ഒഴിയുന്നില്ല. ആനകളുടെ നിരവധിയായിട്ടുള്ള കൂട്ടം ഇവിടെയുണ്ട്. കൃഷി അസാധ്യമാകുന്ന അവസ്ഥകളുണ്ട്. ഇതിനെല്ലാം പരിഹാരങ്ങൾ ക്രമേണ എന്നോണം ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് എന്നുള്ള രീതിയിൽ തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നേടിയെടുക്കാൻ കഴിയും. നമുക്ക് ലഭ്യമാക്കി തരുന്നത് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ ഒരു PT7 പോലെ മറ്റേതെങ്കിലും ഒരു കാട്ടാന ഇതിനു മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടാക്കി? ഇല്ല. കാരണം വെച്ചാൽ ഇതിനു മുമ്പ് വരുന്ന ആനകൾ ഒരെണ്ണവും ആക്രമണശക്തമായിട്ട് നമ്മൾ നേരിട്ട് വരികയോ ഒന്നും ചെയ്യാറില്ല. ഇത് നമ്മൾ ടോർച്ച് അടിച്ചു പറഞ്ഞാൽ നമ്മുടെ നേരത്തെ പെട്ടെന്ന് തന്നെ നമ്മുടെ അടുത്തേക്ക് വന്ന് ആക്രമിക്കുന്ന രീതിയിലാണ് വരുന്നത്. പിന്നെ നമ്മളിപ്പോൾ ദൂരെ കുറച്ച് നിന്ന് നമ്മൾ വെറുതെ ടോർച്ച് അടിച്ചു പറഞ്ഞാൽ ഇവിടെ എത്തുന്നത് എത്ര സ്പീഡിലാണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ മാറിയില്ല പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെ പോയി കിട്ടും. അത്രയും ആക്രമശക്തമായിട്ടുള്ള കാട്ടാനയാണ് ഈ PT7. പിന്നെ ഇതിനു മുമ്പും വേറെ ആനകൾ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും ഭീകരമായിട്ടുള്ള ആന ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല. കൃഷിയൊക്കെ വ്യാപകമായിട്ട് എല്ലാ ദിവസവും മിക്കവാറുള്ള എല്ലാ ദിവസവും ഈ നെൽകൃഷി ഇടുന്ന സമയത്ത് മിക്കവാറുള്ള എല്ലാ വർഷവും ഇതേപോലെ ഇപ്പൊ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് ഈ PT7 നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്റെ കൃഷി തന്നെ ഒരു 1/2 ഏക്കറോളം നാശമാക്കിയിട്ടുണ്ട്. അന്ന് ഞങ്ങൾ ഫെൻസിങ്ങും ഇതൊക്കെ കെട്ടിയിട്ടുണ്ട്. അതിനെ മരം തള്ളിയിട്ടിട്ട് അതിനെ ഷോർട്ടാക്കിയിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നിട്ട് ഈ കൃഷി നശിപ്പിക്കുന്നത്. അത്രയും ബുദ്ധിമുട്ടിയിട്ടുണ്ട് ജനങ്ങൾ. നമ്മുടെ കൃഷിക്കാരിപ്പോ കൃഷിയെ കംപ്ലീറ്റ് ഉപേക്ഷിച്ച രീതിയിലാണ്. ഈ ഭാഗത്ത് തന്നെ ഏകദേശം ഹെക്ടർ കണക്കിന് കൃഷി ചെയ്യാതെ വെറുതെ തരിച്ചു കിടക്കുന്ന കുറെ ഭൂമികളുണ്ട്. ഇവ കാലാകാലങ്ങളായിട്ട് കർഷകരെ ഈ കൃഷി ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പൊ ജീവിതം ആകെ വഴിമുട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് പല വഴികളും തേടി പോവുകയാണ്. ഇപ്പോ ഉദാഹരണത്തിന് പെയിന്റിംഗ് പണിക്ക്, സെക്യൂരിറ്റി പണിക്ക്, ഇങ്ങനെയുള്ള എല്ലാ പണിക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃഷി ഉപയോഗിച്ച് വേറെ വരുമാന മാർഗങ്ങളില്ലല്ലോ. ആ ഒരു അവസ്ഥയിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വന്യമൃഗങ്ങളുടെ ഈ പ്രശ്നം കാരണം കൊണ്ട്. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ കൃത്യങ്ങളൊക്കെ തന്നെ ഇത് കാരണം മുടങ്ങുന്ന അവസ്ഥ, ആന കാരണം വൈകുന്നേരം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ, രാവിലെ നേരത്തെ പുറത്തിറങ്ങാൻ പറ്റാത്ത, എത്രമാത്രം ബാധിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതചര്യ? ഇവിടെ ഇപ്പോൾ സാധാരണക്കാർക്ക് പണി അടക്കം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ ഇപ്പോൾ കടകളൊക്കെ 7-7:30 ആകുമ്പോൾ അടയ്ക്കേണ്ട അവസ്ഥയിലായി. പിന്നെ ഓട്ടോറിക്ഷ വിളിച്ചാൽ വരില്ല. നമ്മളെന്തെങ്കിലും അത്യാവശ്യം പോകണം പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ അടുത്തുകൊണ്ട് അവിടേക്കുള്ള വണ്ടികളില്ല. ചിലവർ അവിടെ രാത്രി താമസിച്ചിട്ട് വരികയാണ്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ സാറ് വന്നിട്ടുണ്ടല്ലോ, അരുൺ സക്രിയ, അയാളുടെ ചേട്ടൻ കുറെ വർഷം ഇവിടെ ധോണിയിൽ ബന്ധമുള്ള ആളാണ്. അപ്പൊ ഈ സാറ് ഇത് കഴിഞ്ഞിട്ട് പോകുള്ളൂ നല്ലൊരു വിശ്വാസമുണ്ട്, ആത്മവിശ്വാസമുണ്ട്. ഇയാളുടെ ചേട്ടൻ നേരത്തെ ഒരു 10-30 വർഷം മുമ്പ് ധോണിയിൽ ബന്ധമുള്ള ആളാണ്. അപ്പൊ അങ്ങനെ അനിയനാണ് ഇപ്പൊ അരുൺ സക്രിയ. പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. കാരണം അയാളോട് ബന്ധമുള്ളത് കൊണ്ട് അയാൾ ആദ്യമായിട്ട് ഇവിടെ ധോണി വരുമായിരിക്കും. പക്ഷെ ഈ സാറ് ഞങ്ങളെ പിന്നെ സംരക്ഷിക്കുന്നുള്ള ഉറപ്പുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഈ PT7 ആക്കണമെന്ന് രക്ഷപ്പെട്ടുണ്ടോ? നേരിട്ട് കുറച്ച് അകലെ വെച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്താ ഉണ്ടായതെന്ന്? അത് ലൈറ്റ് അടിക്കുമ്പോൾ നേരിട്ട് വരികയാണ്. ലൈറ്റ് അടിക്കുമ്പോൾ നേരെ വരിക വീട്ടിലേക്ക്. ആളുടെ കൃഷി തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആളുടെ കൃഷിയുടെ തന്നെയാണ് അത് വന്നിട്ടുണ്ടായിരുന്നത്.
തൊട്ട് 3 ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടുന്ന് ഫോറസ്റ്റ് RRT ഒക്കെ വന്ന് പടക്കം എറിഞ്ഞിട്ടാണ് പോയത്. ഈ എന്തുകൊണ്ടാണ് ഈ ആന ഇറങ്ങുന്നത് ഈ ഒരു സമയത്ത് മാത്രമാണ് ഇറങ്ങുന്നത്? എന്താ തോന്നിയിട്ടുള്ളത്? ഇല്ല, ഈ കുറച്ചു കാലങ്ങളായിട്ട് 2010 ശേഷമാണ് ആനയുടെ ആക്രമണം നമ്മുടെ ഈ വരികയും കൃഷി നശിപ്പിക്കുകയും നമുക്ക് ബുദ്ധിമുട്ടായി തോന്നിയിട്ടുള്ളത്. ഈ അടുത്ത കാലത്ത് ഈ നമ്മുടെ PT-7 എന്ന പോലുള്ള ഒരു ആന പരാക്രമം കാണിക്കുകയും നമ്മുടെ ധോണി നിവാസികളെ വിറപ്പിച്ചുകൊണ്ട് നടക്കുകയാണ്. അതിന്റെ ഇപ്പോൾ ഏതാണെന്ന് പറഞ്ഞ് ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രകാലം അങ്ങനെ പോയി പേടിയും സ്വപ്നങ്ങളായിട്ട് ഇങ്ങനെ പോയി. ഇപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള വേറൊന്നുമല്ല, ഇന്ന് നമ്മുടെ വനവകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ഒരു ദൗത്യസേന വയനാട്ടിലും അതുപോലെ തന്നെ ഉടനെ ഇവിടെ എത്തിയിട്ടുമുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, കാരണം ഇതുവരെ ഞങ്ങൾക്ക് ഭയമായിരുന്നു ഇന്നലെ വരെ, പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അവർ പുറപ്പെട്ടെന്നാണ് പറഞ്ഞിട്ട് ഏതായാലും അത് സുഖകരമാകട്ടെ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിപ്പോ ഒരു ആനയിൽ തീരുന്നതല്ല എന്ന് നേരത്തെ ബിനോയ് പറഞ്ഞു. നിങ്ങൾ ശരിക്കുള്ള ഈ ആശങ്കയ്ക്ക് ശാശ്വത പരിഹാരത്തിന് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം? തീർച്ചയായും ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഇപ്പം മൃഗശാല തുറന്നിട്ടാണെങ്കിൽ അടച്ചിട്ടാണെങ്കിൽ മൃഗങ്ങൾ അകത്തും പുറത്തുമായിട്ട് നമുക്ക് ചെന്ന് നേരിട്ടും അല്ലെങ്കിൽ പുറത്തേക്ക് അവ പ്രവേശിക്കാതെയും കാണാനും എല്ലാം സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ നേരത്തെ മുതലേ വനം വകുപ്പ് സ്വീകരിച്ചിട്ടുള്ള നയം എന്താ, വനത്തിനകത്ത് പ്ലാന്റേഷനുകളാണ്. പ്ലാന്റേഷൻ എന്തിൻ്റെയാ? തേക്കിൻ്റെ, യൂക്കാലിപ്റ്റസ്, അക്കേഷ്യ. ഈ പ്ലാന്റേഷനൊന്നും പര്യാപ്തമോ അല്ലെങ്കിൽ ജലലഭ്യതയെ പോലും ചിലപ്പോൾ ദൗർബല്യപ്പെടുത്തുകയും ചെയ്യുന്നൊരു വിഷയങ്ങൾ. ഇതിനെല്ലാം പരിഹാരം ആന എങ്ങനെയാണ് കാണുന്നത്? ആനയ്ക്ക് കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അല്ലെങ്കിൽ മറ്റു മൃഗങ്ങൾക്ക് വളരെ നമ്മളെല്ലാം ചെയ്യുന്നത് എന്താ, പല ഇതുള്ള വൃക്ഷങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും കൃഷി ചെയ്യും. ഇതെല്ലാം കൈപ്പിടിയിൽ ഒതുങ്ങുന്ന പോലെ ഈ എല്ലാ മൃഗങ്ങൾക്കും കിട്ടുകയാണ്. അപ്പം ഒരിക്കലും വനത്തിന്റെ വിസ്തൃതിക്ക് പുറത്തേക്ക് വന്യമൃഗങ്ങൾ വരാൻ പാടില്ല. അതൊക്കെ പരിഷ്കൃതമായ ഒരു ലോകത്തെ എന്നേ സാധ്യമാകണ്ടോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലെല്ലാം നിലവിൽ സാധ്യമായിട്ടുള്ളതാണ്. അതേപോലെ തന്നെ കേരളത്തിനൊക്കെ വ്യത്യസ്തമായിരിക്കാം, ഇവിടെ ഭൂവിസ്തൃതി വനത്തിന് കൂടിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇതിനകത്തുണ്ടാകുന്ന പെരുപ്പം അത് നിയന്ത്രിക്കാൻ കഴിയണം. അതിന് ശാസ്ത്രീയമായ നടപടികൾ വേണം. അത് ചെയ്യാൻ കഴിയാവുന്നേ ഉള്ളൂ. നമ്മൾ ജനപ്പെരുപ്പം നിയന്ത്രിക്കുന്നില്ല. അതേപോലെ ABC കൺട്രോള് വന്യമൃഗങ്ങളുടെ കാര്യത്തിൽ നിശ്ചിതമായിട്ടുണ്ടാകണം. വനത്തിനകത്ത് കൂടെ തന്നെ അല്ലെങ്കിൽ വനവും ജനവാസ മേഖലയുമായി വേർതിരിച്ചുകൊണ്ട് കൃത്യമായിട്ടൊരു മേഖല വേണം. അവിടെ മരങ്ങൾ പാടില്ല, ഇത് പകർന്നു കയറാൻ പാടില്ല, നടന്നു കയറാൻ പാടില്ല. ഇരുമ്പ് വലകൾ കൊണ്ട് കൃത്യമായിട്ട് നമുക്ക് നിശ്ചയിക്കാവുന്നേ ഉള്ളൂ. അതേപോലെ തന്നെ ഫെൻസിങ്, ഹാങ്ങിങ് ഫെൻസിങ് വളരെ പ്രായോഗികമാണ്. ഇപ്പോൾ റെയിൽ ഫെൻസിംഗ് ഒക്കെ ഇവിടെ പൊള്ളാച്ചി മീറ്റർ ഗേജ് എല്ലാം പൊളിച്ച സമയത്തൊക്കെ ലഭ്യമായിരുന്നു. പക്ഷെ അന്നൊന്നും അത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കാനല്ല വനം വകുപ്പ് ശ്രമിച്ച്, മറിച്ച് നിരന്തരമായിട്ട് ആവർത്തിക്കണം. എല്ലാ 6 മാസം കൂടുമ്പോഴും ഇതിന്റെ പേരിലൊരു എക്സ്ചക്കറിന് ഒരു എക്സ്പെൻഡിച്ചർ വരണം എന്നുള്ള നടപടികളുമായിട്ട് പോയി ഇത് ശാശ്വത പരിഹാരമാവില്ല. മറിച്ച് ചെയ്യുന്ന പ്രവൃത്തികൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ട് മേലിൽ തകരാത്ത രീതിയിൽ ശാസ്ത്രീയമായി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനെല്ലാം പരിഹാരങ്ങളുടെ വഴികൾ പരീക്ഷിക്കണം. തീർച്ചയായും അത് എല്ലായിടത്തും ചെയ്യുന്ന അതേപോലെ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, ബീഹാറിലാണെങ്കിലും ജാർഖണ്ഡിലാണെങ്കിലും ഹിമാചലിലാണെങ്കിലും അവിടെയെല്ലാം ആപ്പിളിനെല്ലാം കൃഷിക്കെല്ലാം വെല്ലുവിളിയാകുന്ന മൃഗങ്ങളെ കൊന്നു കഴിഞ്ഞാൽ അതിന് ഇൻസെന്റീവാണ് കൊടുക്കുന്നത്. 300 രൂപ ഇൻസെന്റീവാണ് കുരങ്ങനെ കൊന്നു കഴിഞ്ഞാൽ. ഹനുമാൻ കുരങ്ങാണെന്നാണ് പറയുന്നത്. പക്ഷെ കൃഷിയെയാണ് നശിപ്പിക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന നിയമനിർമ്മാണം അവിടെ നടന്നുണ്ട്. അത്തരത്തിലുള്ള സമീപനങ്ങൾ ബന്ധപ്പെട്ട സർക്കാരുകൾ, കേന്ദ്ര വന നിയമങ്ങളാണ് അതിനകത്ത് ഉണ്ടാകണമെന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യപ്പെടുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു കാത്തിരിപ്പിന്റെയാണ്, ഒരു പ്രതീക്ഷയുടെയാണ്. ഇത്രയും നാളുകൾക്ക് ശേഷം ഇന്ന് നമ്മൾ അതുകൊണ്ട് തന്നെയാണല്ലോ ഇവിടെ നിങ്ങൾ വരുമ്പോൾ തന്നെ ഈ വരുന്ന ആളുകളെയും ജനക്കൂട്ടത്തെയും കാണുന്നില്ല. നിങ്ങളോട് ഇത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും പറയാനുള്ളത്. എന്ത് തോന്നുന്നു ഇന്നത്തെ ദിവസം നിങ്ങളെ കാത്തിരിപ്പ് ശുഭകരമായിട്ട് തന്നെ അവസാനിക്കില്ലേ? പിടിച്ചാൽ വളരെ നന്നായി. കാരണം ഏക്കറക്കണക്കിന് എനിക്ക് കൃഷി നടത്തുന്ന ആളാണ്. ഞാൻ അതൊന്നും കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. 10 കൊല്ലമുള്ളതായിട്ട് തരിശടിയാണ്. ആനയായിട്ടും കുരങ്ങായിട്ടും എല്ലായിട്ടും മയിലായിട്ടും എല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. പിടിച്ചാൽ വളരെ നന്നായി. ഈ ആനനെ പിടിച്ചത് കൊണ്ട് ഒന്നും ഒരു കാര്യം ഒതുങ്ങണില്ല. പിന്നെ കുരങ്ങ് ഞങ്ങളുടെ കണ്ടില്ല, വീട്ടിലെ മൊക്കോടുകളൊന്നുമില്ല. ചോറ് വെച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ ചോറ് മക്കൾ ഉണ്ടാൻ വരുമ്പോഴേക്ക് ചോറൊക്കെ വാരി കുരങ്ങന്മാർ കൊണ്ടുപോകും. അതാണ് വളരെ ബുദ്ധിമുട്ടാണ്. ഈ ആന മാത്രമല്ല, വന്യമൃഗങ്ങളുടെ എല്ലാം കൊണ്ടും വളരെ ശല്യമുള്ള സ്ഥലമാണ്. സജിത്ത്, രഞ്ജിനി, ഇതാണ് ഈ നാട്ടുകാർക്ക് പങ്കുവെക്കാനുള്ളത്. ഇവരുടെ ഈ ആശങ്കയ്ക്ക്, PT-7 എന്ന ഭീതിക്ക്, ആശങ്കയ്ക്ക് ഇന്ന് ഒരു പരിഹാരമാകും എന്ന പ്രതീക്ഷ ഇവർക്കുണ്ട്. പക്ഷേ PT-7 ഒതുങ്ങുന്നില്ല. ഒരുപാട് വന്യജീവികൾ ഇവരുടെ നിത്യജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനൊക്കെ ശാശ്വത പരിഹാരം കാണണം. അതിന് ആധുനിക രീതികൾ വനംവകുപ്പ് സ്വീകരിക്കണം എന്നൊരു നിർദ്ദേശം കൂടിയാണ് ഇവർ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. എന്തായാലും PT-7ഉം ആ PT-7 ഉണ്ടാക്കുന്ന ആശങ്കകളും ധോണിക്കാർ തന്നെ അത് വിശദീകരിക്കുകയായിരുന്നു. എത്ര കണ്ട് ഭീതിയാണ് ആ ഒരു ജനവിഭാഗത്തിന് ഇത് ഉണ്ടാക്കുന്നതെന്ന് അവരുടെ വാക്കുകളിൽ തന്നെ
വ്യക്തമാണ്. അവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ അവർക്ക് ഈ ആനശല്യം ആദ്യമായി അല്ല, വർഷങ്ങൾക്ക് മുമ്പ് 2010 കാലം മുതൽ തന്നെ ആനകൾ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഇത്രയധികം ഭീതി വിതച്ച ഒരു ആന, ഇത്രയധികം പ്രശ്നക്കാരനായി മാറിയ ഒരാന അവർക്ക് ഉണ്ടായിട്ടില്ല. ഈ 2019 മുതലാണ് PT7 ഇങ്ങനെ കാടിറങ്ങി നാട്ടിലേക്ക് എത്തിത്തുടങ്ങിയത്. പക്ഷെ ആ കാലത്തൊക്കെ വല്ലപ്പോഴും ആയിരുന്നെങ്കിൽ 1.5 വർഷത്തോളമായിട്ട് സ്ഥിരമായി ഇറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിലെ ഈ പൊതുജനങ്ങൾ പ്രതികരിച്ച ഒരാളുടെ വാക്കുകൾ ശ്രദ്ധിച്ചിരുന്നു. അതായത് പൊള്ളാച്ചിയിലെ മീറ്റർ ഗേജ് പൊളിച്ചു മാറ്റിയപ്പോൾ ഫെൻസിങ്ങിനുള്ള സാധ്യത ഉണ്ടായിരുന്നു, അത് ഉപയോഗിക്കപ്പെടുന്നത് അത്ര ശാസ്ത്രീയമായി അല്ലെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന് നാട്ടുകാർ തന്നെ അതിനെ ആ തരത്തിൽ തന്നെ അവർ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ സംവിധാനങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ കൂടി അത്തരം ക്രിയാത്മകമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ പ്രദേശത്തിന്റെ ഭീതിക്ക് എത്തുന്നതിനും പരിഹാരം ഉണ്ടായേനെ. എന്തായാലും പ്രസാദ് തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പ്രസാദ്, അടുത്തിടെ ഒന്നും ഇത്ര വലിയ ഒരു ദൗത്യ സംഘത്തിന്റെ തയ്യാറെടുപ്പുകൾ ഉണ്ടായിട്ടില്ല. ഇത്തരത്തിലൊരു കാട്ടാനയെ, നാട്ടുകാരെ ശല്യം ചെയ്യുന്ന ഒരു ആനയെ മെരുക്കാൻ ഇത്ര വലിയ തയ്യാറെടുപ്പുകൾ ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു ആഴ്ചകൾ കഴിഞ്ഞിരിക്കുന്നു ഈ ദൗത്യ സംഘത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചു. വയനാട്ടിലെ മറ്റൊരു ദൗത്യം കൊണ്ട് അത് നീണ്ടുപോയിരുന്നു. ഏറ്റവും ഒടുവിൽ ഇത്ര വലിയൊരു ദൗത്യ സംഘം തയ്യാറെടുക്കുന്നു. ഈ ദൗത്യ സംഘത്തിന്റെ തയ്യാറെടുപ്പുകൾ അത് ഏതൊക്കെ എങ്ങനെയൊക്കെ ആവണം എന്നത് സംബന്ധിച്ച് നേരത്തെ പ്രസാദ് സൂചിപ്പിച്ചു, 5 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടായിരിക്കും ഇവരുടെ ഇടപെടലെന്ന്. അങ്ങനെയെങ്കിൽ ഇത് ഏതൊക്കെ ഘട്ടത്തിലാണ് ഇത് ഉണ്ടാവുക? ഇന്നുകൊണ്ട് തന്നെ ഈ മയക്കുവെടി വെക്കാനും അതിനെ മെരുക്കിയെടുക്കാനും കഴിയും എന്നൊരു പ്രതീക്ഷയിലേക്ക് ദൗത്യ സംഘം വരുന്നതിന്റെ ഒരു കാരണം എന്താണ്? സജിത്ത്, ഏറ്റവും കൂടുതൽ തവണ, സജിത്ത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ തവണ ഇറങ്ങിയ, മറ്റ് സ്ഥലങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ തവണ ഇറങ്ങിയ ഒരു കാട്ടാനയാണ് PT7. നമുക്ക് ഈ PT7നെ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിനാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ നിന്നും ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അയച്ച ഇവരുടെ വനം വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം, അതിനകത്ത് അവർ പറയുന്നത് 2021 മാർച്ച് 1 മുതൽ 2022 മാർച്ച് 31 വരെ ഉള്ള കണക്കാണ് അതിനകത്ത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് കൊടുത്തിട്ടുള്ളത്. ഈ കണക്കിൽ പറയുന്നത് ആ ഒരു വർഷം 188 ദിവസവും PT7 ഈ മേഖലയിലൂടെ ഇറങ്ങിയിരുന്നതാണ്. 188 ദിവസം ഇറങ്ങിയ കാട്ടാന 176 ദിവസവും കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. അത് ചെറുതും വലുതുമായ കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. അതിൽ 13 ദിവസം, ഈ 188ൽ 13 ദിവസം വിവിധ നിർമ്മിതികൾ, അതായത് മതില് അങ്ങനെയുള്ള നിർമ്മിതികളെല്ലാം തന്നെ നശിപ്പിച്ചിട്ടുണ്ട്. ഒരു തവണ മനുഷ്യന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷത്തെ 2021 മുതൽ 2022 മാർച്ച് വരെയുള്ള കണക്കാണ്. അതിനുശേഷവും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നിരന്തരം ഇറങ്ങുകയാണ്. രാവിലെയും പുലർച്ചെയും അതോടൊപ്പം തന്നെ രാത്രിയും എല്ലാം തന്നെ PT7 ഇറങ്ങുന്നു. അപ്പൊ അത്രത്തോളം പ്രശ്നക്കാരനായ ഒരു ആനയാണ്. അത് ജനവാസ മേഖലയിൽ ഇറങ്ങുന്നു. ആളുകളുടെ ഇനി വരുന്തോറും അത് കൂടുതൽ ആക്രമണ സ്വഭാവം കാണിച്ചു തുടങ്ങും എന്നുള്ളതാണ് വനം വകുപ്പ് പറയുന്നത്. അതുകൊണ്ടാണ് മയക്കുവെടി വെച്ച് ഇതിനെ പിടികൂടാൻ അനുമതി നേടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വനം വകുപ്പ് റിപ്പോർട്ട് നൽകിയത്. ഇത് അംഗീകരിച്ചാണ് ഇപ്പോൾ ഈ നടപടി. സൈത്ത് സൂചിപ്പിച്ചതുപോലെ ഇതിൽ 5 അംഗ സംഘങ്ങൾ, 75 പേരടങ്ങുന്ന ദൗത്യ സംഘം, അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇത് പുലർച്ചെ 5 മണിക്ക് തന്നെ സജ്ജമായിരുന്നു. 6 മണിയോടുകൂടി ആദ്യത്തെ സംഘം, അത് 2 ടീമുകളായി, ട്രാക്കിംഗ് ടീം ഇതിനകത്തേക്ക്, വനത്തിനകത്തേക്ക്, ധോണിയുടെ ഫോറസ്റ്റ് സ്റ്റേഷന് തൊട്ടുപുറകിലുള്ള വനത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി അവർ ആനയെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സംഘം എന്ന് പറയുന്നത് ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. അവർ പോയി ഇതിനെ മയക്കുവെടി വെക്കും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള, ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് ഈ മയക്കുവെടി വെച്ചിട്ടുള്ള അടുത്ത അരമണിക്കൂറാണ്. ഈ അരമണിക്കൂറിനകം ഈ ആനയെ പിന്നെ മയങ്ങി നിൽക്കണം. അതായത് ആന മയങ്ങി, ഇതിൽ മരുന്ന് എല്ലാം തന്നെ നിർണായകമാണ്. ഈ ആന വീഴാൻ പാടില്ല, മയങ്ങി നിൽക്കാനേ പാടുള്ളൂ. അങ്ങനെ മയങ്ങി നിൽക്കുന്ന ആനയെ കുങ്കിയാനയുടെ സഹായത്തോടു കൂടി ലോറിയിൽ കയറ്റുകയോ അല്ലെങ്കിൽ തൊട്ടടുത്ത്, അതായത് ഈ ഫോറസ്റ്റ് സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെയാണ് അതിനെ തളയ്ക്കാനുള്ള കൂടെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്നലെ അത് വിശദമായി തന്നെ ആ കൂടിന്റെ പറഞ്ഞതാണ്. അതായത് 15 അടി നീളവും 15 അടി വീതിയുമുള്ള ഒരു കൂട് യൂക്കാലി മരങ്ങൾ കൊണ്ടാണ് ഈ കൂട് പൂർണ്ണമായും നിർമ്മിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് യൂക്കാലി മരങ്ങൾ ഉപയോഗിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, ആന കൂടിനകത്ത് പെട്ടുകഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു വന്യജീവിയാണ്, അത് പുറത്തേക്ക് വരാനുള്ള സാധ്യത, ആക്രമണ സ്വഭാവത്തോടു കൂടി തന്നെ പുറത്തേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിന് പരിക്ക് പറ്റാൻ പാടില്ല. അപ്പോൾ യൂക്കാലി മരത്തിന്റെ പ്രത്യേകത, ഇത് ഈ പൊട്ടുന്നതിന് പകരം ഇത് ചതയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ തോൽ അല്ലെങ്കിൽ ആനയ്ക്കോ ഒന്നും തന്നെ കാര്യമായ പരിക്കുകൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് കൂടിയാണ് യൂക്കാലി മരം ഉപയോഗിക്കുന്നത്. 15 അടി വീതിയും നീളവുമുള്ള കൂട്, 18 അടിയോളം ഉയരം ഈ കൂടിനുണ്ട്. ഈ കൂട്ടിലേക്കാണ് കൊണ്ടുവരിക. ഇവിടെ പിന്നീട്
ഇതിനെ കുങ്കിയാനിയാക്കി ആണ് ഒരു പരിശീലനം നടത്തുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഇന്നലെ അരുൺ സക്കറിയോട് സംസാരിച്ചപ്പോൾ സാധാരണഗതിയിൽ ഒരു കാട്ടാനയെ പിടിച്ചു കഴിഞ്ഞാൽ എത്ര സമയം വേണം അതിനെ കുങ്കിയാനിയാക്കി മാറ്റാൻ എന്ന് പറയുന്നത്, അത് ആനയുടെ സ്വഭാവം അനുസരിച്ചിരിക്കും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അവരുടെ അനുഭവത്തിൽ 60 ദിവസം കൊണ്ട് പരിശീലിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞ ആനകളുണ്ട്. എന്നാൽ 1 വർഷം സമയമെടുത്ത് ചെയ്യേണ്ടി വന്നിട്ടുള്ള ആനകളുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കേണ്ടി വരും. PT7 പിടികൂടി കഴിഞ്ഞാൽ എത്ര സമയം വേണ്ടിവരും എന്നുള്ളതാണ്. PT7 സംബന്ധിച്ചിടത്തോളം അത് അല്പം കൂടി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. വയനാട് PM2 പിടിക്കുന്ന സമയത്ത് 2 കുങ്കിയാനയാണ് ഉപയോഗിച്ചിരുന്നത്. അന്ന് നമ്മൾ കണ്ടതാണ്. അന്ന് ഇതിന് നേതൃത്വം കൊടുത്ത ഡോക്ടർ അരുൺ സക്കറിയുടെ കാലിൽ ഈ ആന തുമ്പിക്കൈ ഉപയോഗിച്ച് പിടിക്കാൻ ശ്രമിക്കുകയും അദ്ദേഹത്തിന്റെ കാലിൽ ചെറിയ പരിക്ക് പറ്റുകയും ചെയ്തു. അതുകൊണ്ടുകൂടിയാണ് ഇത് ദൗത്യം കുറച്ച് വൈകിയത്. കാരണം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നത് വരെ വിശ്രമം ആവശ്യമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടിയാണ് കുറച്ച് സമയം വൈകിയത്. അതുകൊണ്ട് 3 കുങ്കിയാനകളെ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് സുരേന്ദ്രൻ, വിക്രമൻ, ഭരതൻ. ഈ ആദ്യത്തെ വിക്രമും ഭരതും വയനാട്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത്. സുരേന്ദ്രൻ കോന്നിയിൽ നിന്നാണ്. ഇത്രയും ഈ 3 കുങ്കിയാനകൾ ഉപയോഗിച്ചാണ് ഇത് നടത്തുക. കുങ്കിയാന വിളിച്ച് ആനയെ വാഹനത്തിൽ കയറ്റുക. പിന്നീട് ആണ് ഇവിടെ ഈ പരിശീലനം നടത്തുന്നത്. എന്തായാലും ഇപ്പോൾ നടക്കുന്നത് ട്രാക്കിംഗ് ടീം, 2 ട്രാക്കിംഗ് ടീം അകത്തേക്ക് കയറിയിട്ടുണ്ട്. അവിടെ നേരത്തെ തന്നെ അവിടെ ഫീൽഡ് റിപ്പോർട്ടർ, അവരുടെ ഫീൽഡ് തല സ്റ്റാഫുകൾ അവിടെ നിർത്തിയിരുന്നു. ആന എവിടേക്ക് പോകാതിരിക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 ദിവസമായി ആന പുറത്തേക്ക് പോയിട്ടില്ല. അതായത് അവർ വനത്തിനുള്ളിൽ തന്നെ തളച്ചാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. എന്തായാലും അത് വിജയിച്ചിട്ടുണ്ട്. ഇനി നിലവിലുള്ള സ്ഥലത്ത് നിന്ന് ആനയെ മയക്കുവെടി വെക്കുക എന്നുള്ളതാണ്. അത് ഇവർ കണ്ടെത്തിയ 2-3 പോയിന്റുകളുണ്ട്. ആ പോയിന്റുകളിലേക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഇതിനെ കൊണ്ടുവന്നാൽ മാത്രമാണ് ഇവർ പറയുന്ന രീതിയിൽ അത് വാഹനത്തിലേക്ക് കയറ്റുക. ലോറി പോകാൻ പറ്റുന്ന സ്ഥലത്തിലേക്കാണ് ഈ പോയിന്റുകൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിന് കഴിഞ്ഞ ദിവസം തന്നെ റോഡെല്ലാം തന്നെ നേരെയാക്കിയിരുന്നു. ഇപ്പോഴും JCB ഉൾപ്പെടെ സജ്ജമായി നിൽക്കുകയാണ്. ഇനി അതല്ലാതെ വേറൊരു സ്ഥലത്താണ് ആനയെ മയക്കുവെടി വെച്ച് നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് വാഹനം പോകാൻ കഴിയുന്ന തരത്തിലേക്ക് റോഡ് ശരിയാക്കാനുള്ള എല്ലാ സംവിധാനവും സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ തന്നെ റോഡുകൾ അവർ ക്രമീകരിച്ചിട്ടുമുണ്ട്. ഇനി ഈ അരമണിക്കൂറിനകം തന്നെ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചെയ്ത് വാഹനത്തിൽ കയറ്റാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് നിൽക്കുന്നത്. മയക്കുവെടി വെച്ച് പിടികൂടി കൂട്ടിലാക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും അവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നുണ്ട്. ആദ്യത്തെ ദൌത്യസംഘത്തിലെ ആദ്യ ടീം വനത്തിനുള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാം സജ്ജമായി കഴിഞ്ഞു.